നമസ്കാരം. ചിന്താമണി യോഗപീഠം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള പ്രേക്ഷകർക്കെല്ലാം ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ആമുഖമായി ഒരു വീഡിയോ ചെയ്തിരുന്നു. ചിന്താമണി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചിന്തിക്കുന്നതെല്ലാം സാധ്യമാകുന്നത് എന്നാണ്. ചിന്താമണി എന്ന പേരിൽ പുരാണപ്രസിദ്ധമായ ഒരു രത്നം ഉണ്ടായിരുന്ന കഥയൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ചിന്താമണി എന്ന പേരിൽ തന്ത്രശാസ്ത്രത്തിൽ പ്രസിദ്ധമായ ഒരു മന്ത്രവുമുണ്ട്. ആ മന്ത്ര ഉപയോഗവും അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ മന്ത്രങ്ങളുടെയും ഉദ്ദേശലക്ഷ്യം അങ്ങനെയാണെങ്കിലും ചിന്താമണിയുടെ പ്രാധാന്യം അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് വളരെ നിസ്സാരമായിട്ട് കരുതുകയും ചെയ്യരുത്. ചിന്താമണി മന്ത്രത്തിൻ്റെ സാധന തന്ത്രശാസ്ത്രത്തിൽ വളരെയേറെ വ്രതനിഷ്ഠകളോട് കൂടിയതും ദീർഘകാലത്തെ ഏകാഗ്രമായ തപസ്യ ആവശ്യമുള്ളതുമായ കാര്യമാണ്. ചിന്താമണി യോഗപീഠം ചാനലിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരു പദ്ധതിയാണ്. ഭാരതീയ യോഗശാസ്ത്രത്തിലെ പരമപ്രധാനമായ ചില ഘടകങ്ങളും തന്ത്രശാസ്ത്രത്തിലെ മന്ത്രോപാസനയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും ഒന്നുപോലെ സംയോജിപ്പിച്ച് ചെയ്യുന്ന അനുഷ്ഠാനമാണത്. നമ്മൾ തുടക്കത്തിൽ ഏകാഗ്രതയുടെ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ് യോഗശാസ്ത്രത്തിലെ ചില സ്റ്റെപ്പുകൾ ഉദ്ദേശിക്കുന്നത്. യോഗശാസ്ത്രത്തിലെ അഷ്ടാംഗയോഗ പതഞ്ജലി മഹർഷിയുടെ ആവിഷ്കാരമായിരിക്കുന്നതായ അഷ്ടാംഗയോഗ എന്ന് പറയുന്നതിലെ പ്രധാന ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ ചേർക്കുന്നത്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഇവയാണ് യോഗശാസ്ത്രത്തിലെ അഷ്ടാംഗയോഗ ഘടകങ്ങൾ. യമനിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു സാധകൻ ശീലിക്കേണ്ടതായ കൃത്യമായ സദ്വിചാര നിയമങ്ങളാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ തെളിമയോടുകൂടിയ ഒരു മനസ്സിൽ മാത്രമേ യോഗാനുഷ്ഠാനങ്ങളും മന്ത്രാനുഷ്ഠാനങ്ങളും വിജയിക്കുകയുള്ളൂ. ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് സങ്കീർണമോ നിരാശകൾ കൊണ്ട് തളർന്നിരിക്കുന്നതോ ഭയങ്ങൾ കൊണ്ട് വ്യാകുലപ്പെട്ടിരിക്കുന്നതോ ദുഃഖങ്ങൾ കൊണ്ട് വിവശമായിരിക്കുന്നതോ ആയ ഒരു മനസ്സിൽ യോഗാനുഷ്ഠാനങ്ങളും വർക്ക് ചെയ്യുകയില്ല, മന്ത്ര ഉപാസന ഒട്ടും വർക്ക് ചെയ്യുകയില്ല. അപ്പൊ യോഗ അനുഷ്ഠാനങ്ങളുടെ പ്രധാന ഘടകം മനസ്സാണ്. ആ മനസ്സ് ശാന്തവും തെളിഞ്ഞതുമായ നിർമ്മല ജലം പോലെ ശുദ്ധമായിരിക്കുമ്പോഴേ അതിൽ നല്ല അനുഷ്ഠാനങ്ങൾ സ്ഥാനം പിടിക്കുകയുള്ളൂ. ഒരാളുടെ മന്ത്രജപം ഏകാഗ്രമാവുകയും അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യണമെങ്കിലും ഈ സാഹചര്യം ആവശ്യമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും എന്ത് ലക്ഷ്യവും യുക്തിയുക്തമായിട്ടുള്ള ഏതൊരു ലക്ഷ്യവും നേടിയെടുക്കുന്നതിന് ചിന്താമണി യോഗ പദ്ധതിയിൽ മാർഗങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, അഥവാ ചിലർ വിചാരിക്കുന്നത് പോലെ
എന്തെങ്കിലും ചെപ്പടി വിദ്യ കൊണ്ട് ഇതൊക്കെ നടക്കുമെന്നല്ല. ഈ മന്ത്ര ഉപാസനകളെ പറ്റി പറയുമ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ മന്ത്രം 21 ഉരു ജപിച്ചാൽ ഫലമാണ്, ഈ മന്ത്രം 108 ജപിച്ചാൽ ഫലമാണ്, ഈ മന്ത്രം 1001 ഉരു ജപിച്ചാൽ ഫലമാണ്. അങ്ങനെ എണ്ണക്കണക്കുകളൊന്നുമല്ല. നിങ്ങളൊരു മന്ത്ര അനുഷ്ഠാനം ചെയ്യുമ്പോൾ ആ മന്ത്രദേവത അവിടെ വന്നിരുന്നിട്ട് ഇവൻ എത്ര ജപിക്കുന്നുണ്ടെന്ന് എണ്ണി നോക്കുകയും 108 അല്ലെങ്കിൽ 1001 ജപിച്ചു കഴിഞ്ഞാൽ ഇവൻ എണ്ണം ശരിയായിട്ടുണ്ട്, അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് കൊടുത്തേക്കാം. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ തെറ്റായ ധാരണയാണ്. ഒരാൾ മന്ത്രോപാസന നടത്തുമ്പോൾ അയാളുടെ ബാഹ്യ മനസ്സിൽ ആവർത്തിച്ച് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രവും അതിൻ്റെ ഭാവാർത്ഥവും ഏകാഗ്രതയുടെ പാരമ്യത എത്തുമ്പോൾ ആ വ്യക്തിയുടെ ഉപബോധ മനസ്സിലേക്ക് ചെന്ന് ചേരുകയാണ് ഉണ്ടാവുന്നത്. നിരന്തരമായി ഒരു മന്ത്രം ജപിക്കുമ്പോൾ ഉപബോധ മനസ്സിൽ ആ മന്ത്രം കൂടുതൽ ആഴത്തിൽ പതിയും. ഉപബോധ മനസ്സിൽ ആഴങ്ങളിൽ എത്തുന്ന ആ മന്ത്രവും അതിൻ്റെ ഭാവ അർത്ഥവും ക്രമേണ പ്രപഞ്ച മനസ്സിലേക്ക് പ്രയാണം ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുക. ആ സന്ദർഭത്തിൽ ആ മന്ത്രം ആ വ്യക്തിയിൽ ജാഗരണം പ്രാപിക്കും. മന്ത്രം ഉണർന്നു വരിക എന്നുള്ളതാണ് ജാഗരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എത്ര എണ്ണം ജപിക്കുന്നു എന്നുള്ളതോ എത്ര നേരം ജപിക്കുന്നു എന്നുള്ളതോ ഒന്നുമല്ല. ജപത്തിൽ നിങ്ങൾ എത്രത്തോളം ലയനം പ്രാപിക്കുന്നു, എത്രത്തോളം തന്മയീഭാവത്തോടുകൂടി ജപം നിർവഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രാധാന്യം. ആ ഏകാഗ്രത നിങ്ങളിൽ പൂർണ്ണതയിൽ എത്തുന്നതിനാണ് മന്ത്രാനുഷ്ഠാനം നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ചില യോഗ ധ്യാന മുറകൾ പരിശീലിപ്പിക്കുന്നത്. കൃത്യമായി ഈ പറയുന്ന യോഗധ്യാന മുറകൾ പരിശീലിക്കുകയാണെങ്കിൽ അസാധാരണമായ ഏകാഗ്രതയോടുകൂടി ജപം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ആ ജപം ഉറപ്പായിട്ടും ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്യും. അപ്പം വേണ്ടത് വളരെ ഏകാഗ്രതയോടുകൂടി ഈ പറയുന്ന ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾ നേടുന്നതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവസങ്കേതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലോ എന്തെങ്കിലും ഒരു കർമ്മം നടത്തുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേക ആരാധന നടത്തുകയോ ചെയ്യുന്നതിനേക്കാൾ ആധികാരികമാണ് നിങ്ങൾ സ്വയം ഒരു സാധനാ മാർഗം പരിശീലിച്ച് അതിൽ വളരെ വൈദഗ്ധ്യം നേടുക. ചോദിക്കുന്നതെന്തും തരുവാൻ കഴിവുള്ള ഒരു സാധനാ മാർഗം നിങ്ങൾ സ്വയം പരിശീലിക്കുകയും അതിൽ നിങ്ങൾ കൂടുതൽ വൈദഗ്ധ്യം നേടുകയും ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്വയം നേടിയെടുക്കാൻ കഴിവുള്ള അപൂർവ വ്യക്തിത്വമായി നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അതിനുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം.